بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നാമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മനഃപ്പാടമാക്കി വെച്ചിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. ജീവിതത്തിലേറെ സ്വാധീനിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തു യാസീൻ. പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച ഒരു അധ്യായമാണ് നാം എല്ലാ ദിവസവും ഓതുന്ന യാസീൻ സൂറത്ത്. നബി തങ്ങൾ ഇതിനൊരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട്. മഗ്രിബിൻ്റെ ശേഷം യാസീൻ ഓതാത്ത ഒരു പ്രകൃതമുണ്ടെങ്കിൽ അവനൊരു ഭാഗ്യമില്ലാത്ത മനുഷ്യനാണ്. നമ്മൾ ദിവസവും ഒരു യാസീനായിട്ടെങ്കിലും ബന്ധമുണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അത് ഓതിയേ നമ്മൾ പറ്റുകയുള്ളൂ. പണ്ടുകാലം മുതലേ മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്ത മുതലുള്ള ദിനചര്യയിൽപ്പെട്ടതാണ് യാസീൻ ഓതുക എന്നുള്ളത്. പ്രവാചകർ രാത്രിയിൽ യാസീൻ ഓതിയിരുന്നതായി പല റിവായത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ ഇസ്മായിലുൽ ഹഖുൽ ബറൂസവി തങ്ങൾ തൻ്റെ റൂഹുൽ ബയാനിൽ യാസീനിൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഒരാൾക്ക് യാസീൻ പതിവായി ഓതാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്ത് യാസീനും ത്വാഹയും ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 കൊല്ലം മുമ്പ് റബ്ബിൻ്റെതായ രീതിയിൽ റബ്ബ് പാരായണം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ ഒരു രീതി മലക്കുകൾ കേൾക്കുകയും അവർ പറഞ്ഞു, തൂബാലി ഉമ്മത്തിന് യൻസിലു അലൈഹിം ഹാദാ, ഈ 2 സൂറത്തും ഏതൊരു സമൂഹത്തിനാണോ ഇറക്കുന്നത് അവരൊരു ഭാഗ്യം ചെയ്ത വിഭാഗമാണല്ലോ അല്ലാഹ് എന്ന് മലക്കുകൾ പറഞ്ഞു എന്നാണ്. അതേപോലെ തൂബാലി അൽസുനിൻ യതകല്ലമു ബിഹാദാ, ഇത് 2ഉം ഉച്ചരിക്കുന്ന നാവുകൾക്ക് മംഗളം നേരുന്നു എന്നും മഹാനായ മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തൂബാലി അജ്വാഫിൻ തഹ്മിലു ബിഹാദാ, ഇത് മനഃപ്പാടമാക്കുന്ന ഹൃദയങ്ങൾക്ക് മംഗളം നേരുന്നു എന്നും മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിൻ്റെ ഊത്ത് കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. അപ്പോൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർക്കും മനഃപ്പാടമുള്ളവർക്കും സന്തോഷിക്കാൻ വകയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാരായണം ചെയ്തതും മഹാന്മാരായ മലക്കുകൾ അത് കേട്ടിട്ടിങ്ങനെ പറഞ്ഞതും. യഥാർത്ഥത്തിൽ യാസീൻ എന്ന പേര് തന്നെ നബി തങ്ങളുടെ പേരാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയാൻ, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ തആല സമ്മാനി ഫിൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എനിക്ക് പേര് വെച്ചു. 7 അസ്മാ, 7 പേരുകൾ അല്ലാഹു ഖുർആനിലൂടെ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ്: 1 മുഹമ്മദ്, മുഹമ്മദ് എന്നാണ്; വ അഹ്മദ്, അഹ്മദ് എന്നാണ്; വ ത്വാഹ, ത്വാഹ എന്നുള്ളതാണ്; വ യാസീൻ, യാസീൻ എന്നതാണ്; വൽ മുസമ്മിൽ, മുസമ്മിൽ എന്നതും എൻ്റെ പേരാണ്; വൽ മുദ്ദസിർ, മുദ്ദസിർ എന്നുള്ളതും; വ അബ്ദുല്ലാ, അബ്ദുല്ലാ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള 7 പേരുകളും എൻ്റെ പേരാണ് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതിൽപ്പെട്ട ഒരു പേരാണ് യാസീൻ എന്ന് പറയുന്ന പേര്. ഇവിടെ പതിവായി യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു പാട്ട് പോലെ അവിടെ പാരായണം ചെയ്യാൻ കഴിയുമെന്നാണ്. സ്വർഗത്തിൽ ചോദപ്പെടുന്ന 3 അധ്യായങ്ങളാണ് സൂറത്തു യാസീനും സൂറത്തു ത്വാഹയും സൂറത്തു മറിയമും. ചില റിപ്പോർട്ടിൽ കാണാം യൂസുഫ് സൂറത്തുമുണ്ട് എന്ന്. ഒരു ആവശ്യത്തിന് വേണ്ടി യാസീൻ പാരായണം ചെയ്താൽ ആവശ്യം അല്ലാഹു നടത്തിക്കൊടുക്കുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു യാസീൻ ലിമാ ഖുരി അലഹു, യാസീൻ സൂറത്ത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ഓതപ്പെട്ടത് അതിനിക്കുള്ളതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉഖ്റവിയായ ആവശ്യത്തിന് വേണ്ടിയും ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടിയും യാസീൻ ഓതി ദുആ ചെയ്യാവുന്നതാണ്. എന്തിനേറെ ഇത് പതിവാക്കിയാൽ മരണനേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന്
പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു മാജൻ്റെ സറഹിൽ കാണാൻ കഴിയുന്നതാണ്. വയാസീൻ ഖൽബുൽ ഖുർആൻ, യാസീൻ എന്നുള്ളത് ഖുർആനിൻ്റെ ഹൃദയമാണ്. ലാ യഖറഉഹാ റജുലുൻ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറ ഇല്ലാ ഗഫറ ലഹു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെയും അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെയും അതേപോലെ അള്ളാഹുവിൻ്റെ പരലോകത്തെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വഖറഊഹാ അലാ മൗതാക്കും, നിങ്ങൾ മരണാസന്നമായ ആളുകളുടെ അടുക്കൽ വെച്ച് നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. കാരണം എന്താണ്? അന്ന സൂറത്ത് യാസീൻ മുസ്തമിലത്തൻ അലാ ഉസൂലിൽ അഖായിദി മിനൽ ബഅസ് വൽ ഖിയാമത്തി ഫയതഖവ്വ ബിസമാഇഹാ അത്തസ്ദീഖ് വൽ ഈമാൻ ഹത്താ യമൂത്ത്. മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ അടുത്തിരുന്ന് യാസീൻ ഓതി കേൾപ്പിച്ചാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് യാസീൻ സൂറത്ത് പതിവാക്കുകയും മരണാസന്നമായ ആളുകളുടെ അടുക്കൽ വെച്ചും മരിച്ചതിന് ശേഷമൊക്കെ നമ്മൾ യാസീൻ സൂറത്ത് ഓതുക. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്തിനെ നന്നാക്കി തരട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ഫലസ്തീനിലുള്ള സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.